മുടക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് കുടുംബത്തോടുള്ള ദ്രോഹം തന്നെയാണ്. അങ്ങനെ ഒരു ചിന്ത ഉദിച്ച മനസ്സ് കുടുംബത്തിനെതിരെയാണ് സഞ്ചരിക്കുന്നതെന്ന് സാരം. തിരുമേനി, എന്താ പ്രതിവിധി എന്ന് വെച്ചാ അങ്ങ് പറഞ്ഞോളൂ. ഇവളുടെ ഈ പാപകർമ്മം കൊണ്ട് ഗാതമ്മളുടെ വ്രതത്തിന് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. ഏത്ത വിട്ടാ പോരെ? പോരാ. വ്രതമെടുക്കുന്ന പെൺകുട്ടിയോടാണ് വിരോധം കാണിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് ചെന്നിരിക്കുന്നത് നാഗദൈവങ്ങളുടെ മുന്നിലാ. അതുകൊണ്ട് വ്രതമെടുക്കുന്ന പെൺകുട്ടിയെ പോലെ 41 ദിവസം അതേ വ്രതം ഇവരും തുടരട്ടെ. എന്ത് 41 ദിവസത്തെ വ്രതമോ? തിരുമേനി, വേണമെങ്കിൽ ഞാൻ ഒരു ദിവസത്തെ ഉപവാസം ഇരിക്കാം. രാവും പകലും ഇല്ലാണ്ട് പരിഹാരങ്ങൾ ചെയ്യാം. 41 ദിവസമൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി കുടുംബത്തിൽ നടക്കുന്നൊരു പൂജയെ തടസ്സപ്പെടുത്തുന്നവരാരായാലും അവരും അവരുടെ തായ്വഴികളും കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് ഒരു പരിധിവരെ നല്ലത്. നിർമ്മലയ്ക്ക് മനസ്സിലായില്ലേ? 41 ദിവസത്തെ വ്രതം എടുക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ നീയും ഉദയനും കീർത്തിയും തറവാട്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമെന്നാണ് തിരുമേനി പറഞ്ഞത്. അയ്യോ അമ്മേ, ഞങ്ങൾ ഇങ്ങോട്ട് പോനാ. ഇത്രയും ഹീനമായ കാര്യങ്ങൾ ചെയ്യുമ്പോ അതുകൂടി ആലോചിക്കേണ്ടതായിരുന്നില്ലേ നിർമ്മലേ? കുളിച്ചീറനണിഞ്ഞ് നാഗത്തറയിൽ വിളക്ക് വെച്ച് ഇന്ന് തന്നെ പരിഹാര കർമ്മങ്ങൾ തുടങ്ങിക്കോട്ടെ. ഒരു കാര്യം ഓർത്തോളൂ, നാഗത്തറയിൽ വിളക്ക് വെച്ച് ആരംഭിക്കുന്ന വ്രതം ഏതെങ്കിലും ഒരു രീതിയിൽ തടസ്സപ്പെട്ടാൽ അത് സർപ്പകോപത്തിന് കാരണമാവും. കോപിഷ്ഠരായ നാഗങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്താ പരിഹാരക്രിയകൾ ചെയ്യല്ലേ? ചെയ്യാമേ. ആ കീർത്തി, അമ്മയെ കൂട്ടിക്കൊണ്ടു പോ. കുളിച്ച് ഈറിനണിഞ്ഞു വന്ന് വിളക്ക് തെളിയിക്കട്ടെ. ബാക്കിയുള്ള ചിട്ടകളൊക്കെ വഴിയാ വണ്ണം ഞാൻ പറഞ്ഞു തരാം. എന്റെ ദൈവമേ, കഷ്ടകാലത്തിനൊരു കാര്യം ചെയ്യാൻ നോക്കിയതാ. 40 ദിവസത്തെ ശിക്ഷ.